ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലക്ട്രോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു മെയിൻ്റനൻസ് ആയിട്ട് അവിടെ നടത്തണ്ടേ. അപ്പോൾ ഈ ഒരു ഡി ബി ആണ് മാറ്റി വെക്കാനുള്ളത്. ഡി ബി മാറ്റി വെക്കുന്നതിന് കാരണം നമുക്കൊരു 2-3 സർക്യൂട്ട് കൂടി അഡീഷണലായിട്ട് വരേണ്ടതുണ്ട്. ഈ ഒരു എ സിൻ്റെയും പിന്നെ മോട്ടർ കാര്യങ്ങളൊക്കെ ആയിട്ട് അഡീഷണൽ ലോഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു ഡി ബി പോരാ. ഇതൊരു 8 ഡി ബി ആണ്. ഇപ്പോൾ ഒരു 12 ഡി ബി ആണ് ഇപ്പോൾ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ 12 ഡി ബി വെക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ അഡീഷണൽ 2 പൈപ്പ് കൂടി ഇറക്കുകയാണ്. കാരണം 25-ൻ്റെ 2 പൈപ്പ് കൂടി ഇപ്പോൾ തന്നെ നല്ല ടൈറ്റിലാണ് വയർ വന്നിട്ടുള്ളത്. ആകെ 3 പൈപ്പിലൂടെയാണ് വന്നിട്ടുള്ളത്. ഒരു പൈപ്പ് നമുക്ക് മെയിൻ സർക്യൂട്ടാണ് വന്നത്. അങ്ങനെ ടോട്ടൽ 4 പൈപ്പ്. അപ്പോൾ നമ്മൾ ഡി ബിയിൽ നിന്ന് 3 പൈപ്പ് കോബോക്സിൽ നിന്ന് 3 പൈപ്പാണ് ഡി ബിയിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഈ 3 പൈപ്പ് നമ്മൾ 2 പൈപ്പ് കൂടി അഡീഷണൽ കൊടുക്കുക. അപ്പോൾ ഈ 3 കോബോക്സ് മാറ്റുക. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് 2 പൈപ്പ് കൂടി ഇറക്കുക 25-ൻ്റെ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ലൂസിൽ തന്നെ സർക്യൂട്ടുകളൊക്കെ ഇറക്കാൻ പറ്റും. പിന്നെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു മരത്തിൻ്റെ 2 കൊമ്പിൻ്റെ ഇടയിൽ കൂടെയാണ് നമുക്ക് പൈപ്പ് വരാനുള്ളത്. ഈ മരത്തിൻ്റെ ശില്പം നമുക്ക് കണ്ടാൽ ആ കൊമ്പ് വെട്ടാനും മുറിക്കാനൊന്നും തോന്നില്ല, കട്ട് ചെയ്തെടുക്കാൻ തോന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇത് ചെയ്ത്, അതായത് കട്ടർ വെച്ചിട്ട് സൈഡ് തുറന്നെടുത്തുക്കാണ്. ഇതിപ്പോൾ എല്ലണ്ടിൻ്റെ ഡി ബി ആട്ടോ വെച്ചിട്ടുള്ളത്. 12 വേൻ്റെ എക്സോറ SPN ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് RCCB ഒക്കെ വെക്കുക. അതിൽ പഴയ ഡി ബിയിൽ RCCB ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് RCCB വെച്ചിട്ട് അതിൻ്റെ പ്രൊട്ടക്ഷൻ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ വീട്ടിൽ RCCB ഇല്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ടല്ല, സേഫ്റ്റി അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ RCCB കൂടെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാണ്. ആദ്യത്തെ ഡി ബിയിൽ RCCBയും കാര്യങ്ങളൊന്നും ഇല്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാതൊരു പ്രൊട്ടക്ഷനും ഇല്ല വീട്ടിലെ ആളുകൾക്കും മറ്റും. അപ്പോൾ ഇത് കണ്ടില്ല, ഇവിടെ അങ്ങനെ നമ്മൾ തുരന്ന് കാണും, ഉള്ളിലൂടെ തുരന്നെടുത്തോടത്ത് ഭയങ്കര പ്രശ്നം എന്താ വെച്ചാൽ ഈ 2 കൊമ്പിൻ്റെ ഇടയിൽ കോൺക്രീറ്റ് വന്നിട്ടുണ്ട്. സൺസൈഡിൻ്റെ കോൺക്രീറ്റ് വന്നപ്പോൾ എന്തായാലും പൊട്ടിച്ചെടുക്കുമ്പോൾ ജർക്ക് ചെയ്തിട്ട് ഈ കൊമ്പ് പൊട്ടുമെന്നൊരു പേടിയുണ്ടായിരുന്നു. ആ കൊമ്പ് പൊട്ടാതെ നമ്മൾ എങ്ങനെയൊക്കെ ആ ടാസ്കിൽ ചെയ്തെടുത്തിട്ടുണ്ട്. 2 പൈപ്പിന് വേണ്ടിയിട്ട് മാത്രം കറക്റ്റ് തുരന്നെടുത്താണ്. ടൈം എടുത്തിട്ട് പറഞ്ഞാലും നമ്മൾ ആ ഒരു ശില്പത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ. ഇലയുണ്ട് അവിടെ. ഇലൻ്റെ 2 സൈഡ് നമുക്ക് ലാസ്റ്റ് പോകുന്നുണ്ട്, 2 ചെറിയ മൂല അറിയാത്ത രീതിയിൽ. അപ്പോൾ ഈ ഒരു കോബോക്സ് മാറ്റണം. പഴയ ഒരു വയറിങ് ആയതുകൊണ്ട് കോബോക്സ് ബാക്ക് കൺട്രി മറ്റൊക്കെ സൈഡിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നിട്ടുള്ളത്. അതേമാതിരി ഡി ബിൻ്റെ ബാക്കിൽ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കൗട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബാക്കിൽ എടുക്കില്ല, അത്ര സേഫ് ഒന്നുമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ആ ഒരു ഭാഗം ഓൾസോ കട്ടർ ഉപയോഗിച്ച് തുരന്നെടുത്തുകയാണ്, ഓൾസാക്കിയതാണ്. ബാക്കിൽ നല്ല രീതിയിൽ തന്നെ സിമെൻ്റ് ഇട്ട് പൊടിയൊന്നും കയറാത്ത രീതിയിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെയിൻ്റനൻസ് ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ അത്രയും ഫുള്ളായിട്ട് മാറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനത്തെ ഒരു വയറിങ്ങും മെയിൻ്റനൻസ് ഒക്കെ ആകുമ്പോൾ അങ്ങനെ. പിന്നെ ഇതിൽ വയറൊന്നും വലിയ നീളമൊന്നുമില്ല കേട്ടോ. അധികം നീളമൊന്നുമില്ല വയറ്. കാരണം അന്ന് പറഞ്ഞാൽ പിന്നെ ഡി ബി ചെയ്തത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുള്ള് ഫോട്ടോ ഞാൻ എടുക്കാനാണ്. എന്താ വെച്ചാൽ അതിൻ്റെ മുൻപ് ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. കാരണം പഴയ ആളുകൾ അത്രയും കാലം മുന്നേ ഒരുപാട് കാലം മുന്നേ ചെയ്താണ്. അന്നങ്ങനെ ചെയ്തിട്ടുണ്ട്. അന്നത്തെ ഓല അറിവിനനുസരിച്ചും ടെക്നോളജിക്കനുസരിച്ച് അന്നത്തെ ടെക്നോളജിക്കനുസരിച്ച് ഓല ഭംഗിയായിട്ട് എടുത്തു എന്ന് തന്നെ പറയാം. കാരണം അന്നൊക്കെ MCB ഡി ബി ഒക്കെ പറഞ്ഞാൽ കുറേ കാലം മുന്നേ ഒക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണ്. അന്ന് ഫ്യൂസ് കാരിയറും മറ്റേ കട്ടൗട്ട് ഫീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു, മെയിൻ സ്വിച്ചൊക്കെ ആയിരുന്നു നമ്മളെ ഡി ബിക്ക് പകരം വന്നിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ചെയ്തൊരു വർക്ക് തന്നെയാണത്. അപ്പോൾ അന്ന് RCCB ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഇനി ലീക്കേജ് കാരണങ്ങൾ കൊണ്ടാണ് ഒഴിവാക്കിയത്. പേടിയല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ വേണം. അപ്പോൾ ലീക്കേജ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വയറൊക്കെ അതിൽ ഇറക്കി. എന്തായാലും വേണ്ടി നമ്മൾ ബ്രേക്കറും പിന്നെ RCCBയും ഒക്കെ കൊടുക്കാൻ തന്നെ തീരുമാനിച്ച് കൊടുത്തിട്ട് ലീക്കേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഏത് ഭാഗത്ത് ട്രേസ് ചെയ്തിട്ട് നന്നാക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ചെയ്ത്. എന്തായാലും സേഫായിട്ട് തന്നെ നമ്മൾ ആ വർക്ക് തീർത്തു കൊടുക്കും. അപ്പോൾ ഇതുണ്ടാവും വയറിൻ്റെ ഒക്കെ നീളം അന്ന് കിട്ടിയോടത്ത് വെച്ച് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെ വയറൊക്കെ. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ലല്ലോ. ഇപ്പോൾ ഡ്രസ്സിങ് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ വയറിട്ടേക്കും, കറക്റ്റ് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഉള്ളതിൽ നമ്മൾ ഉള്ള വയർ കൊണ്ട് ഭംഗിയിൽ തന്നെ പഴയ ഡി ബിയിൽ വ്യത്യസ്തമായിട്ട് തന്നെ നമ്മൾ ഭംഗിയിൽ തന്നെ ചെയ്ത് വെക്കുന്നുണ്ട്. ഉള്ള വയറായിട്ട് കേട്ടോ. അതിൻ്റെ എങ്ങനെ കിട്ടണോ അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് വെക്കുകയാണ് ഉള്ള ഭംഗിയായിട്ട്. ഇപ്പോൾ അതിൽ ബ്രേക്കറുകളും പിന്നെ RCCB ഐസൊലേറ്ററൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതിൽ 3 ബ്രേക്കർ നമുക്ക് നല്ലത് കിട്ടിയത് കേട്ടോ. 3 ബ്രേക്കർ കിട്ടിയപ്പോൾ
ആ ബ്രേക്കർ നമ്മൾ അതിൽ കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പിന്നെ വീട്ടുടമസ്ഥന് പൈസ കൂട്ടണ്ടല്ലോ എന്നുള്ളവർക്ക് ഉള്ളത് വെറുതെ നാശാക്കണ്ടല്ലോ. ഇനി അതിന് കംപ്ലൈൻറ്റ് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ വെച്ച അതേ കമ്പനി സാധനം തന്നെ അതിൽ കയറ്റി വിടാം എന്ന ഉദ്ദേശത്തിലാണ് അതങ്ങനെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടൊന്നും വിചാരിക്കേണ്ട എന്താണ് ഇത് അങ്ങനെ ചെയ്തെന്നുള്ളതൊന്നും കേട്ടോ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ ചെയ്തതാണ്. അപ്പോൾ വെറുതെ ചിലവ് കൂട്ടണ്ടല്ലോ, അത്ര എല്ലാവരും ഒരേ സാമ്പത്തിക സ്ഥിതിയിലാവില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ കഴിഞ്ഞു, സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മളെ DB നിൽക്കുന്നതാണ്, മരത്തുമ്പോൾ തൂങ്ങിക്കിടക്കുന്ന മാതിരി DB അവിടെ നിൽക്കുകയാണ്. പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ നമ്മൾ പോയിൻ്റ് ചെയ്ത ഭാഗങ്ങളൊക്കെ ക്ലിയർ ആവും, ശില്പത്തിന് ഒരു കേടുമില്ല, അവർക്കും സന്തോഷം, നമുക്കും സന്തോഷം. പിന്നെ ഇനി RCCB ഒക്കെ വെച്ച് നമ്മളൊന്ന് ഓൺ ചെയ്ത് നോക്കുക, എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് ഉണ്ടോ, ലീക്കേജ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഒന്ന് ഓണാക്കി നോക്കാം. ഓണാക്കിയിട്ടുണ്ട്. പിന്നെ 2 ബ്രേക്കർ കാലി കേട്ടോ. അത് കാലിയല്ല, ഒന്ന് പിന്നെ AC-ൻ്റെതും ഒന്ന് സ്പെയറുമാണ്. അപ്പോൾ AC-ൻ്റെ ഓണാക്കിയിട്ടില്ല. AC-ൻ്റെ ഇപ്പോൾ പിന്നെ ഇവിടെ മെയിൻ്റനൻസ് വർക്ക് ചെയ്താൽ പൊളിച്ച് റൂമുകളൊക്കെ മാറ്റം പറ്റിക്കൊടുക്കുക, അതുകൊണ്ടാട്ടോ അങ്ങനത്തെ കട്ടിങ്ങൊക്കെ വന്ന്. അപ്പോൾ നമ്മൾ മെയിൻ ഓണാക്കിയിട്ടുണ്ട്. ഇതുവരെ ഇവിടെ ലീക്കേജും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വളരെ നല്ലൊരു വയറിംഗ് എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം പഴയ ആളുകൾ ചെയ്തായാലും വലിയ ലീക്കേജും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ പിന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതാ നമ്മൾ ട്രിപ്പ് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ഓണാക്കി കുഴപ്പമൊന്നുമില്ല. 30 mAh വരെ ലീക്കില്ല എന്നുള്ളത് ഉറപ്പായി. എൻ്റെ താഴത്തേക്ക് ഉണ്ടെങ്കിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് ഏതായാലും ചെറിയ തോതിൽ ചെറിയ ലീക്കേജൊക്കെ ഉണ്ടാവും, പഴയ വയറിംഗ് അല്ല. 30 mAh വരെ എന്തായാലും ഇല്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിപ്പോൾ നമ്മൾ 2 ലൈനായിട്ട് കൊടുത്താട്ടോ. പവർ ലൈനും അതുപോലെ തന്നെ ഇൻവെർട്ടർ ലൈനുമാണ് 2 പിന്നെ പാർട്ടായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ സെപ്പറേറ്റ് RCCB ഒന്നും ഇൻവെർട്ടറിനൊന്നും വെക്കാൻ പറ്റില്ല, അതിനുള്ള സ്ഥലവും ഇല്ല കേട്ടോ. പിന്നെ അത് കാരണം ന്യൂട്രൽ അങ്ങോട്ടും കൊണ്ടൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഇൻവെർട്ടർ ലൈന് സെപ്പറേറ്റ് നമുക്ക് പഴയ വയറിങ്ങിലൊന്നും ചെയ്യാൻ പറ്റില്ല. പുതിയ വയറിങ്ങിലൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം, പക്ഷേ പഴയ വയറിങ്ങിലും പറ്റില്ല. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞു. വർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ആളുകൾ നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.